ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ മോനെ, എടാ എന്തേലും പറ്റിയോ? എന്താ എടാ? ഈ ഏരിയ മുഴുവൻ ഞങ്ങൾ അരിച്ചു പറക്കി മാഡം. ഇവിടെ എങ്ങുമില്ല. അവരാ സ്ഥലം വിട്ടു പോകാൻ ഒരു സാധ്യതയുമില്ല. നിങ്ങള് അടുത്തുള്ള റിസോർട്ടിലോ മറ്റോ തിരക്ക്. ശരി മാഡം. റെഡിയായോ? മാഡം പോവാം. എന്ത് വേണം? റൂമിനാണെങ്കിലേ ഇവിടെ റൂമൊന്നുമില്ല. റൂമിനൊന്നുമല്ല, മറ്റൊരു കാര്യം അറിയാനാ വന്നേ. എന്താണാവോ? രണ്ടുപേരും ഇവിടെ ഒന്ന് റൂം എടുത്തോ. ഇവിടെ പലരും വന്ന് റൂം എടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. ചെറുപ്പക്കാരായ രണ്ടുപേര്, ഒരാണും ഒരു പെണ്ണും ഇവിടെ ഒന്ന് റൂം എടുത്തോന്ന് അറിയണം. ചോദിച്ചാട്ടില്ലേ ഇവിടെ ഇന്നലെ അങ്ങനെ ആരെങ്കിലും വന്ന് റൂം എടുത്തോന്ന്? അങ്ങനെ ആരും ഇവിടെ താമസമില്ല. നിങ്ങൾ ആ രജിസ്റ്ററിങ് എടുക്ക്. രജിസ്റ്റർ കാണിക്കാൻ താനാരാ? പോലീസ് കമ്മീഷണറാ? ഈ നിൽക്കുന്ന ആരാന്നറിയോ? 8 പേരെ വെട്ടിക്കൊന്ന ചാട്ടുള്ളി റജി, ഇവിടുത്തെ പ്രശസ്ത ഗുണ്ടയാ. ഉണ്ടേം പരിപാടിയൊന്നേ ഇവിടെ വേണ്ട. നിന്റെയൊക്കെ ഉണ്ടായിസേ ഇവിടെ വില പോവില്ല. കൂടുതൽ കളിച്ചാലേ കാടിനകത്ത് കിടന്ന് ഉരുളും നിന്റെയൊക്കെ തലകള്. ഗുണ്ടകളാണത്രേ, ഗുണ്ടകള്. ഒളിച്ചിരിക്കണ്ട, ഇങ്ങ് പോരെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്റെ 2 പെൺമക്കളെ പോലെ നിങ്ങൾ തന്നെ തേച്ചു അല്ലേ? അയ്യോ അങ്ങനെയല്ല സർ. ചുറ്റിക്കളിയായിരുന്നല്ലേ? സർ അങ്ങനെയല്ല, ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ആ താലിമലയെ വ്യാജമായിരുന്നു അല്ലേ? മോള് ചങ്ങരിട്ട് തൊഴിക്കാൻ പോകുന്ന ആ തന്തയുടെ പേരെന്തുവാ? മറ്റൊന്നിനുമല്ല, എനിക്കൊരു കൂട്ടുകാരനായല്ലോ. അതെ, ഞാനൊരു ഫലിതം പറഞ്ഞതാ കേട്ടോ. നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങൾ അത്തരക്കാരല്ല എന്ന്. മോന് കിട്ടുന്ന പുണ്യമായി പെൺകുട്ടി. ദേവനെ മോളുടെ ഭാഗ്യമാ. പിന്നെ എനിക്കൊരു അപേക്ഷയുള്ളൂ. മാതാപിതാക്കളുടെ കണ്ണീര് കാണാതെ നിങ്ങൾ കല്യാണം കഴിക്കണം. എന്നാ ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. താങ്ക് യു. ശരി, എന്നാ പോയിട്ട് വരൂ.
സംഭവിച്ചാണാവോ? എന്താ ചേച്ചി? ഋതിക എവിടെ? ആ ഋതിക. അതെ, ഋതിക. അവളെന്താ മാഞ്ഞു പോയോ? എന്താ യാമിനി, നിനക്കൊന്നും പറയാനില്ലേ? രണ്ടും കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ? അയ്യോ ചേച്ചി, ഋതികേ, എടി ഋതികേ, ഋതികയില്ലേ ഇതിനകത്ത്? എടി ഋതികേ, തുറക്കാൻ. അവളിവിടെ ഇല്ലല്ലേ? യാമിനി കൂടി ഒത്തോണ്ടുള്ള പരിപാടിയല്ലേ ഇത്? ഞാൻ അവളെ ശരിയാക്കി കൊടുക്കാം. അയ്യോ ചേച്ചി. ഋതികേ, എടാ ദീപക്കേ, ദീപക്കേ. എന്താ അമ്മേ? എടാ, ഈ മുറി പുറത്തുനിന്ന് പൂട്ടിയതാണോ അതോ അകത്തുനിന്ന് കുറ്റിയിട്ടതാണോ എന്ന് എനിക്കറിയണം. അവൾ ഇതിനകത്തില്ലാന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. നീ വാതില് ചവിട്ടി തുറക്ക. ശരി അമ്മേ. അയ്യോ മോനെ, എടാ എന്തേലും പറ്റിയോ? ചേച്ചി മൂക്കടിച്ചല്ലേ വീണത്, എന്തെങ്കിലും പറ്റിക്കാണും. ഞാൻ ഇത്രയും നേരം വിളിച്ചത് നീ കേട്ടില്ലേ? അയ്യോ, ഞാൻ വെളുക്കുന്നത് വരെ പഠിക്കുകയായിരുന്നു അമ്മായി. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. മോനെ വാ, എഴുന്നേക്ക്. പതിയെ. പതുക്കെ.